കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാൻഡിന്റെ പൈസ വന്നു, ലാസ്റ്റ് ആയപ്പോഴേക്കും വേറെ ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡ് വന്നു. സർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിലേറ്റെടുക്കുന്നത്? അതിനുശേഷമാണ് 18-ആണ്. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഒരു സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. 50,000 രൂപ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. 50,000 രൂപ ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം ശമ്പളം കിട്ടുമ്പോൾ. പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വെക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല, 1-ാം തീയതി ആകുമ്പോൾ പാലുകാരൻ വരുമ്പോൾ കൊടുത്തില്ല. പത്രക്കാരൻ്റെ കാശ് കൊടുക്കുന്നില്ല, മനസ്സിലായ? ആർക്കും കൊടുക്കുന്നില്ല. ആ ഇറച്ചിയും മീനും മേടിച്ച സ്ഥലത്ത് അവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എൻ്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ LSCD മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? 1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിൽ പണം ഉണ്ടായിട്ട്. ഗുരുതര കടബാധ്യതയിലെന്ന് സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം പറയുന്നു. 5.07 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത. വരുമാനത്തിന്റെ സിംഹഭാഗവും കവരുന്നത് ശമ്പളം, പെൻഷൻ, പലിശ തിരിച്ചടവ് തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്ക്. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതയോടെയാണ് പുതിയ സർക്കാർ പ്രവർത്തനം തുടങ്ങുന്നതെന്നും ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയെന്ന് പറയുന്ന ധവളപത്രം തുടർച്ചയായി നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. ഇതുൾപ്പെടെ വരുമാനം മെച്ചപ്പെടുത്താനും ചെലവ് ലഘൂകരിക്കാനും ധവളപത്രത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന പല ശുപാർശകളും സർക്കാരിനെ കുഴയ്ക്കുന്നതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതുമാണ്. ധവളപത്രം രാഷ്ട്രീയ രേഖ മാത്രമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. സംസ്ഥാനത്തുടനീളം നടത്തിയ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാലും ആവശ്യപ്പെടുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ധവളപത്രം വെളിപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? കേരളം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലോ? ഗ്യാരണ്ടികൾ മങ്ങുമോ? പരിഹാര നിർദ്ദേശങ്ങൾ സ്വീകാര്യമോ? പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം സേനാപതി വേണു MLA കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, D സുരേഷ് കുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP പ്രതിനിധി, N അജിത് കുമാർ സാമ്പത്തിക വിദഗ്ധൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ N അജിത് കുമാർ, കേരളം വലിയ കടക്കെണിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഈ ധവളപത്രം പറയുന്നത്. ഏതാണ്ട് 5.07 ലക്ഷം കോടി രൂപ വരെ കേരളത്തിന്റെ കടബാധ്യത എത്തിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ, ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ഇതും എന്നതാണ് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. വലിയ ഒരു സാമ്പത്തിക ബാധ്യത പേറിക്കൊണ്ട് വേണം പുതിയ സർക്കാരിന് മുന്നോട്ട് പോകാൻ എന്നതും ഇപ്പോഴത്തെ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നു. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണോ സംസ്ഥാനത്തിൻ്റേത്? എന്താണ് ധവളപത്രം കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? ഒരു സാമ്പത്തിക വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു നല്ലൊരു ഓഡിറ്റ് നടന്നിട്ടുണ്ട്. അതാണ് ആദ്യം. കാരണം ഇങ്ങനെ ഒരു ഓഡിറ്റ് ഏത് സർക്കാരിനും അത്യാവശ്യമാണ്. അതാണ് ആദ്യത്തേത്. അതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഡിസ്കസ് ചെയ്തോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ അതിൻ്റെ സാമ്പത്തിക വശം നോക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ അക്യുമുലേറ്റഡ് ഡെഫിസിറ്റ് വളരെ ഹ്യൂജാണ്. മൊത്തം കടം 5.07 ലക്ഷം കോടി. പക്ഷെ ഒരു കാര്യം പറയാം, കേരളമല്ല ഏറ്റവും കൂടുതൽ. ഞാൻ കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് അദ്ദേഹം പറയുകയും ചെയ്തു
9.6 ലക്ഷം കോടിയാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ഒരു അക്യുമുലേറ്റഡ് ഡെറ്റ് ഉണ്ടാവുന്നത് സ്വാഭാവികം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതുണ്ട്. കേരളം മറ്റ് പല സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ എത്രയോ കുറവാണ് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറഞ്ഞേക്കണം. പക്ഷെ ഒരു പോയിൻ്റ് ക്ലിയറാണ്, ഇതൊരു വളരെ ഹ്യൂജ് ഡെറ്റ് തന്നെയാണ്. കാരണം ഈ സർക്കാർ 10 വർഷം മുമ്പ് ഏറ്റെടുത്തപ്പോൾ 1.54 ലക്ഷം കോടിയായിരുന്നു. ഇപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്ത് 5.07 ലക്ഷം കോടി, ഏകദേശം 3.5 ലക്ഷം കോടി. പക്ഷേ ഈ 3.5 ലക്ഷം കോടി എടുക്കുന്ന സമയത്ത് ഇവിടെ നടന്നിരിക്കുന്ന പല ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനെ പറ്റി നമുക്ക് മറക്കാൻ പാടില്ല. പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് കുറച്ച് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇത്തിരി പിന്നോട്ട് പോയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. കാരണം ഞാൻ എക്സ്പെൻഡിച്ചർ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് പലപ്പോഴും പല എക്സ്പെൻഡിച്ചേഴ്സും കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് അവോയ്ഡ് ചെയ്തില്ല. അങ്ങനത്തെ ചില എക്സ്പെൻഡിച്ചേഴ്സ് മാറ്റിയാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് എക്സ്പെൻഡിച്ചർ, ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇത്ര വലിയൊരു ലോസ് വരുമ്പം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഇതൊരു വൻ പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാനാണല്ലോ അവരിപ്പോൾ വോട്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് പല സ്റ്റെപ്സും ഇവർക്ക് എടുക്കാവുന്നതാണ്. ആ സ്റ്റെപ്സിൻ്റെ അത് അടുത്ത സ്റ്റേജിൽ താങ്കൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് വിശ്വസിക്കുന്നു. ആശങ്കപ്പെടാനുണ്ട്, പക്ഷേ ശരിക്കൊരു പോളിസി ഡിസിഷൻ എടുത്താൽ ഇത് ഓവർകം ചെയ്യാൻ പറ്റും. മറ്റ് പല ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. യോഗി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഏകദേശം 13.56 ലക്ഷം കോടിയായിരുന്നു. അദ്ദേഹം അതിപ്പോൾ താഴോട്ടുള്ളത് 8.6 ലക്ഷം കോടിയിലേക്ക് താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു. അത് ഉത്തർപ്രദേശ് കേരളത്തിനേക്കാൾ എത്രയോ വലിയ സംസ്ഥാനം. അപ്പോൾ അങ്ങനത്തെ ഒരു സംസ്ഥാനത്തിന് പറ്റുമെങ്കിൽ കേരളത്തിനെ പോലെ സംസ്ഥാനത്തിന് ശരിക്കൊരു പ്രൂഡൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉപയോഗിച്ചാൽ ഇത് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. മാത്രമല്ല ഇപ്പോൾ ഈ ഗ്യാരണ്ടീസ് കുറയുള്ളതുകൊണ്ട് അത് ഇത്രയും വേഗം ഫലപ്രദമായി കൊണ്ടുവരാൻ പറ്റുമോ എന്നും കൂടി എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഘട്ടം ഘട്ടമായി ഒരു കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്തിയാൽ എനിക്ക് സംശയമില്ല ഇത് ഓവർകം ചെയ്ത് സർക്കാരിന് മുന്നോട്ട് നീങ്ങാൻ പറ്റും എന്നാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സേനാപതി വേണു, ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞിട്ടുള്ളവരാണ് പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ്സുകാർ. നോക്കൂ, ഇവിടിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഏതാണ്ട് 80-കൾ മുതൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഭാഗമാണത്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മുൻ ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ പറഞ്ഞു പെരുപ്പിച്ച അത്രയുമില്ല, നിങ്ങൾ തന്നെ അവതരിപ്പിച്ച യഥാർത്ഥ കണക്ക് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആശ്വസിക്കേണ്ട സമയമല്ലേ ഇത്? നോക്കൂ രേണുക, ഞങ്ങൾ 10 കൊല്ലം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന ആളുകളാണ്. ഞങ്ങൾ 10 കൊല്ലം ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ എന്താണ് വർത്തമാനകാല കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് അത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആ ബാധ്യതയുടെ പേരിലാണ് ഞങ്ങൾ വളരെ പ്രമുഖരായ ആളുകളെ, ഒന്ന് ശ്രീ KM ചന്ദ്രശേഖരൻ, അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്, വലിയ സാമ്പത്തിക വിദഗ്ധനാണ്. അതുപോലെ തന്നെ ശ്രീ D നാരായണൻ, അദ്ദേഹം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ തലവനായിരുന്ന ആൾ, വളരെ പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ. അതോടൊപ്പം തന്നെ ശ്രീ M പരമേശ്വരൻ, അദ്ദേഹം ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനായിരുന്നു. ശ്രീ കിരൺ കുമാർ, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ വളരെ സമഗ്രമായ പഠനം നടത്തി എന്താണ് വർത്തമാനകാല കേരളത്തിൻ്റെ സാമ്പത്തിക ചിത്രം എന്നുള്ള ആ വിവരം ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. അത് ഇന്ന് ഞങ്ങൾ സഭയുടെ മേശപ്പുറത്ത് വെച്ച ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നൊരു കാര്യം, ബജറ്റിന് പുറത്തുള്ള ബാധ്യതകൾ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ സമഗ്ര ചിത്രം നൽകുക എന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ ലക്ഷ്യം. എന്നിരുന്നാലും ഇത് ഒരു ഫോറൻസിക് ഓഡിറ്റ് അല്ല, മറിച്ച് നിലവിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് വിശകലനാത്മകവും വിവരാധിഷ്ഠിതവുമായ ഒരു സ്ഥിതി വിവര രേഖയാണ് ഇന്ന് ഞങ്ങൾ സഭയുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യത 5.07 lakh crores.
അപ്പോൾ ഇത്രയും വലിയൊരു കടബാധ്യതയുമായി ഈ കേരളത്തിന് ഇനി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരവിൻ്റെ 77% എന്താ പറയുക കമ്മിറ്റഡ് എക്സ്പെൻസസ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ശമ്പളം, പെൻഷൻ, മറ്റ് കാര്യങ്ങൾ എല്ലാം 20%-ലേറെ കടമെടുത്തിരിക്കുന്നതിൻ്റെ പലിശ. അപ്പോൾ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഇങ്ങനെ കൊടുത്തു തീർക്കുമ്പോൾ വികസനത്തിന് വേണ്ടി നമുക്ക് മുടക്കാൻ കഴിയുന്ന തുകയുടെ ശതമാനം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവ്. അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 4/1, 5/1 ഒക്കെയാണ്. അപ്പോൾ ഇനി എത്ര കാലം നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വളരെ ലളിതമായും കൃത്യമായും കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, കാരണം അവിടെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ ബഹുമാന്യായ ധനമന്ത്രി, അദ്ദേഹം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവിനെ കുറിച്ച്. അപ്പോൾ മുൻ ധനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ 6000 കോടി ഖജനാവിൽ മിച്ചം വെച്ചിട്ട് പോയി. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ 6000 കോടി മിച്ചം വെച്ചിട്ട് പോകുമ്പോൾ 21,000 കോടി ജീവനക്കാരുടെ DAയും അതുപോലെ തന്നെ ക്ഷാമബത്തയും ഡിയർനെസ് അലവൻസും ഇത് രണ്ടും കൂടെ ചേർന്ന് ഏതാണ്ട് 21 + 17 കൊടുത്തു തീർക്കാനുണ്ട്. എന്തിനാണ് നമ്മൾ പറയുന്നത്? ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞൊരു കാര്യമാണല്ലോ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസനത്തിന് വേണ്ടിയുള്ള 3ാം ഗഡു അവർക്ക് കൊടുക്കണം. പല പഞ്ചായത്തുകളും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താൻ പറ്റാതെ ഇപ്പോൾ MLA-മാരായി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണമെന്നറിയോ? അവർക്ക് ഫണ്ട് എത്തിയിട്ടില്ല. 3ാം ഗഡു കൊടുക്കേണ്ട തുക അവർക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ചെറുതും വലുതുമായി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പിന് കൊടുക്കേണ്ട ഏതാണ്ട് 371 കോടി രൂപ അത് കൊടുക്കുന്നില്ല. ഈ പാവങ്ങൾക്ക് കിട്ടേണ്ടതാണ്, അവരുടെ പഠനത്തിന് മറ്റ് ചെലവുകൾക്കൊക്കെ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സംസ്ഥാനം സമയാസമയം കൊടുത്തു തീർക്കേണ്ട ഇത്രയും വലിയ തുകകൾ, ആ തുകകൾ മുഴുവൻ കുടിശ്ശികയാക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ 6000 കോടി ഖജനാവിലിരിക്കുമ്പോൾ അതിൻ്റെ 5 or 6 ഇരട്ടി കൊടുത്തു തീർക്കേണ്ട തുക ബാധ്യത നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിലയിൽ ഇനി എത്ര കാലം ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോൾ ജനങ്ങളോട് ഈ കാര്യം സൂചിപ്പിക്കണം. അത് സൂചിപ്പിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങളൊക്കെ കിഫ്ബിയെ ഇപ്പം ഞങ്ങൾ വിമർശിക്കുന്നതാണ്. പക്ഷേ ആ കിഫ്ബിയെ കുറിച്ച് തന്നെ ഇതിനകത്ത് വളരെ എന്താ പറഞ്ഞ ഒരു നല്ല പരാമർശമാണ്. കാരണം വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി കിഫ്ബി തുടങ്ങിയതാണ്, ആ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷേ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ്? കിഫ്ബി ബജറ്റിന് പുറത്തുള്ള വാങ്ങലിന് മാത്രമാണ്, കടമെടുക്കലിന് മാത്രമാണ്. ശരി, നിങ്ങൾ കടമെടുത്തുള്ളൂ. പക്ഷേ കിഫ്ബിക്ക് എന്താണ് കുഴപ്പം? കിഫ്ബിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ കിഫ്ബിക്ക് സ്വന്തമായിട്ട് വരുമാനമില്ലാത്തത് കൊണ്ട് ഈ കടം മുഴുവൻ കൊടുത്തു തീർക്കേണ്ടത് എവിടെ നിന്ന് കൊടുക്കണം? ഖജനാവിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ കിഫ്ബിക്ക് വേണ്ടി പണം കടം മേടിക്കുന്നു, അത് കിഫ്ബിയിലേക്ക് പോകുന്നു. അവിടെ ഓഡിറ്റിംഗ് ഇല്ല, അവിടെ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ അവസാനം ഇതിൻ്റെ ബാധ്യത എവിടെയാണ് വരുന്നത്? ഇത് സംസ്ഥാന ഖജനാവിൻ്റെ മുകളിൽ ഈ ബാധ്യത വരുന്നു. ഇപ്പോൾ 23,000 കോടിയുടെ ഇപ്പോൾ 21,000 കോടിയുടെ അടിയന്തര എന്താ പറഞ്ഞ ബാധ്യത അത് കൊടുത്തു തീർക്കേണ്ടത് കിഫ്ബിയുടെ ഉണ്ട്. അതോടൊപ്പം തന്നെ 35,000 കോടിയുടെ ഡെവലപ്മെന്റൽ വർക്ക് പകുതിയാക്കി വെച്ചിരിക്കുന്നതിന് പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ബജറ്റിന് പുറത്തു നിന്നുള്ള കടമെടുപ്പ് ഇതിനെ ന്യായീകരിക്കുമ്പോൾ വരുന്ന കുഴപ്പം എന്താ എന്ന് ചോദിച്ചാൽ, ഇത് തിരിച്ചടയ്ക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ്. ഇത് എവിടെ നിന്നാണ് തിരിച്ചടയ്ക്കുന്നത്? കിഫ്ബിക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല. കാര്യം പെട്രോളിയം സെസ്സും വാഹന നികുതിയുടെ ഒക്കെ വിഹിതമെന്ന് പറയുന്നത് അത് തിരിച്ചടവിൻ്റെ നാമമാത്രമായ തുകയാണ്. അപ്പോൾ ഈ ബാധ്യത മുഴുവൻ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വന്നതിന് ശേഷം ഇത് ഒരു അക്യൂമുലേറ്റഡ് എന്താ പറഞ്ഞ കടബാധ്യതയായി മാറിയിരിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ധവളപത്രം ഇറക്കിയിട്ടുള്ളത്. ഈ ധവളപത്രത്തിലൂടെ തന്നെ ഞങ്ങൾ ഇതിന്റെ പരിഹാര മാർഗവും കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്. രേണുക, ശരി. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ രേഖയാണ് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വാഗ്വാദങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടായത് നമ്മൾ കണ്ടു. പക്ഷേ ഈ വൈറ്റ് പേപ്പറിൽ തന്നെ ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സീരിയസ് എവിഡൻസ് ബേസ്ഡ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ ഇൻഹെറിറ്റൻസ് ഓഫ് ദി ന്യൂ ഗവൺമെന്റ് എന്നതാണ് പറയുന്നത്. ഒരു ഗവൺമെന്റ് എവിടെ നിന്ന് പ്രവർത്തനം തുടങ്ങുന്നു എന്നതിന്റെ ഒരു രേഖ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിസൺ ഇൻഡക്ട്മെന്റ് അല്ല എന്നതും അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ വേണമോ? ഇവിടെ ഇപ്പോൾ 6000 കോടി ബാക്കിയുണ്ട് എന്നത് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് ധവളപത്രം വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേറ്റ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എത്തുമ്പോൾ അത് 2000 കോടിയായി കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതിനെ രാഷ്ട്രീയ വിവാദമാക്കേണ്ടതുണ്ടോ? രേണുക, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ
അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിലായിരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസും UDF-ഉം പ്രചരിപ്പിച്ചതല്ല വസ്തുതകൾ എന്നുള്ളത് അവർ പുറത്തിറക്കിയ ധവളപത്രത്തിലൂടെ തന്നെ പുറത്തു വരികയാണ്. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം, 2011-ൽ UDF സർക്കാരും 2016-ൽ അധികാരമേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ധവളപത്രം പുറത്തിറക്കിയിട്ടുണ്ട്. ആ ധവളപത്രത്തിലൊക്കെ തന്നെ ഒരു സർക്കാർ ആധികാരികത ഉണ്ടായിരുന്നു. ഞാനിപ്പോ അത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ച ആളുകളെ സംബന്ധിച്ചൊന്നും അവരുടെ കഴിവുകളെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് കുറച്ചു തന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ ധനകാര്യ വകുപ്പ് പുറത്തിറക്കേണ്ടുന്ന ഒരു ധവളപത്രം പുറത്തിറക്കിയിട്ടുള്ളത് ഒരു സ്വകാര്യ ഏജൻസി പോലെയാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒന്നാമത്തെ ആക്ഷേപമാണ്. രണ്ടാമത്തെ ആക്ഷേപം, കേരളത്തിന്റെ ഖജനാവ് പൂച്ച വെറ്റി കിടക്കുന്ന ഖജനാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഖജനാവ് അതല്ല വസ്തുതയെന്ന് നമുക്കിപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള രേഖകളിലൂടെ തന്നെ ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി അരണിനെ MLA പറഞ്ഞത് ജീവനക്കാരുടെ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടല്ല പുറത്തിറങ്ങി പോയത് എന്നാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ. UDF സർക്കാരുകൾ കേരളം ഭരിച്ചിരുന്ന സന്ദർഭങ്ങളിൽ അവസാന നാളുകളിൽ എല്ലാ ആനുകൂല്യങ്ങളും പൂർണ്ണമായി കൊടുത്തിട്ടാണോ പുറത്തു പോയിട്ടുള്ളത്? അപ്പൊ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ വെറുതെ അനാവശ്യമായിട്ടുള്ള വാചക കസർത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് തെറ്റല്ലേ? ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പൊ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് കിട്ടേണ്ടുന്ന യഥാർത്ഥ വിഹിതം, ആ വിഹിതത്തെ സംബന്ധിച്ച് ഒരു വരി പോലും ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. നികുതി വിഹിതത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാമർശം നമ്മുടെ വരുമാനം അസസ് ചെയ്യുന്ന സ്ഥലത്ത് അത് കൃത്യമായി ആ പോയിന്റ് ഉണ്ടാകേണ്ടതാണ്. അവിടെ എന്താണ്, കേന്ദ്രവുമായി ഞങ്ങൾ ഒരു ബലാബലത്തിലില്ല എന്ന അങ്ങേയറ്റത്തെ ക്ഷമാപണത്തോട് കൂടിയിട്ടുള്ള മുന്നറിയിപ്പ് കേന്ദ്രത്തിന് നൽകി മുന്നോട്ട് പോവുകയാണ്. അതാണ് UDF സർക്കാരിന്റെ ഇന്നത്തെ നയം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, KSRTC വൻ നഷ്ടത്തിലാണ് എന്ന് ഇതിനകത്ത് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ചൂണ്ടിക്കാണിച്ചത് അതാണ്. അവിടെയാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രസക്തി. അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും സൗജന്യമായി ബസ് യാത്ര വെച്ചിരിക്കുകയാണ്. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് കേരളത്തിൽ വിലപ്പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്? ഏറ്റവും നഷ്ടത്തിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഏറ്റവും ആദായകരമായ സൗജന്യം നൽകുമെന്ന് പറഞ്ഞ് അധികാരം ഏറ്റെടുത്ത ആളുകൾ ധവളപത്രത്തിലൂടെ അത് നടക്കില്ല എന്ന ഒരു നടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ശ്രീ സുരേഷ് കുമാർ, നടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതാണ് കേരളത്തിന്റെ ചിത്രം എന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 15-ാം തീയതി മുതൽ നിലവിൽ വരും എന്ന് പറയുന്ന പദ്ധതി നടക്കില്ല എന്ന് നമ്മൾ ഇപ്പോൾ പറയേണ്ടുന്ന കാര്യമില്ല. 15-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യം ഇതാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, മുൻ സർക്കാരും കേരളം കടത്തിലാണ് എന്ന് കരുതി വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ മാറ്റിവെച്ചിട്ടല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിലവിലെ സർക്കാരിനും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാകും. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചില്ല. ഞാൻ പറഞ്ഞത്, ഈ ഒരു വൈരുദ്ധ്യം കേരളത്തിലെ KSRTCയെ സംബന്ധിച്ച് 25 വർഷമായി ജനപ്രതിനിധിയായിരിക്കുന്ന, ആ നിയമസഭയ്ക്കകത്തിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ സ്പീക്കറായിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അതുപോലെ തന്നെ UDF-ന്റെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർക്കോ അറിഞ്ഞുകൂടാത്തതല്ല. അപ്പോൾ എന്താണ് ഇവർ ചെയ്തത്? ഇവർ KSRTCയുടെ നിലവിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി അറിയാവുന്ന ആളുകൾ ഈ കേരളത്തിൽ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത് ഒരു പൊള്ളത്തരമാണ്. അതുകൊണ്ടാണ് ആ വൈരുദ്ധ്യം ഇന്ന് മുഴച്ചു നിൽക്കുന്നത് എന്നത് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ വന്യന്തരേണ നിയമന നിരോധനം കേരളത്തിൽ നടപ്പിലാക്കും എന്നുള്ള ഒരു സംഗതിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇൻഡയറക്ട് ഡിക്ലറേഷൻ അതിനകത്തുണ്ട്, ഇങ്ങനെ പോകാൻ വേണ്ടി കഴിയില്ല, നിയമന നിരോധനം നമുക്ക് നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുന്നത്, പെൻഷൻ എന്നിവ പ്രത്യുൽപാദനപരമല്ല എന്ന് നേരത്തെ തന്നെ UDF കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഇന്ന് അടിവരയിട്ട് വീണ്ടും പ്രതിപാദിച്ചിരിക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽ എക്സ്പെൻഡിച്ചർ 77% എന്നത് അത് അധികമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ധ്വനി വരത്തക്ക വിധത്തിലുള്ള പരാമർശം ഈ ധവളപത്രത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. രണ്ട് കാര്യങ്ങൾ കൂടെ. ഒന്ന്, കിഫ്ബിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ. കിഫ്ബിയിൽ ഊറ്റം കൊണ്ടത്, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, കിഫ്ബിയിൽ ഊറ്റം കൊണ്ടത് കേരളത്തിലെ 99 ഇടതുപക്ഷ MLA-മാർ മാത്രമല്ല, 41 UDF MLA-മാരും തുടക്കം മുതലേ ഇന്ന പദ്ധതി കിഫ്ബി മുഖാന്തരം ഞങ്ങൾ നടപ്പിലാക്കിയതാണ് എന്ന് നാട് നിങ്ങളെ ഫ്ലക്സ് ബോർഡ് വെച്ചവരാണ്. അവരാണെന്ന് യാതൊരുവിധ മറയുമില്ലാതെ നാണവുമില്ലാതെ കിഫ്ബിയെ തള്ളിപ്പറയാൻ വേണ്ടി ഇപ്പോ ഈ ധവളപത്രത്തിലടക്കം സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെയാണോ ചെയ്തേണ്ടത്? കിഫ്ബിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ ചൂണ്ടിക്കാണിക്കാനാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ശരി, കേരളത്തിൽ നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ, അത് പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ
ഒക്കെ പൊതുവായി നിലനിൽക്കുന്ന കാര്യങ്ങൾ ഇനി തുടർന്നങ്ങോട്ട് നടപ്പിലാക്കുന്നതിന് വൈമനസ്യമുണ്ട്, അല്ലെങ്കിൽ വിഷമതകൾ നേരിടും എന്ന വലതുപക്ഷ നയം ഈ ധവളപത്രത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സർസൈസ് ആണ് നടത്തിയിരിക്കുന്നത്. അതാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷം അതങ്ങനെയല്ല, നിങ്ങൾ നടപ്പിലാക്കുന്ന വികലമായ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ധവളപത്രത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രൈവറ്റ് ഏജൻസിയെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ആ ഏജൻസിക്കകത്തുള്ള പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ച് അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും കേരളത്തിലെ പ്രതിപക്ഷം, നിലവിലുള്ള പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇത് പുറത്തിറക്കേണ്ടത് കേരളത്തിൽ ആധികാരികമായി സർക്കാർ ഓർഗനൈസേഷനാണ്, കേരളത്തിന്റെ ധനകാര്യ വകുപ്പാണ്. ആ കണക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വകാര്യമായി കൈകാര്യം ചെയ്യേണ്ടത്. ശരി, എന്തായാലും അതിന് സഭയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ചതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 102 സീറ്റിന്റെ പിൻബലത്തിൽ തങ്ങൾക്ക് കിട്ടിയ അധികാരം യഥേഷ്ടം പോലെ എന്ത് പൊരുത്തക്കേടും കാണിച്ചു കൂട്ടാനുള്ളതല്ല എന്ന മറുപടിയും ശരി, അത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാം. ഇപ്പോൾ നമുക്കൊപ്പം അഡ്വക്കേറ്റ് ജയസൂര്യൻ കൂടി ചേരുകയാണ്, BJP പ്രതിനിധി. ശ്രീ ജയസൂര്യൻ, ഇവിടെ ഇപ്പോൾ കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നത് പുതിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നമ്മൾ നിരന്തരം അത് ചർച്ച ചെയ്യുകയാണ്. ഓരോ ബജറ്റിന്റെ ദിവസങ്ങളിലും നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് KN ബാലഗോപാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം കുറയുന്നു എന്നതിൽ ഈ ധവളപത്രം ഊന്നുന്നില്ല എന്ന കാര്യമാണ് ചോദിച്ചത്. അവിടെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നൊരു വിമർശനം പ്രധാനമായും മുൻ സർക്കാരിന്റെ ഭാഗമായിരുന്നവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നു, ആദ്യം ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഏതാണ്ട് 3.82% കേരളത്തിന്റെ വിഹിതം. അത് ഈ സർക്കാർ ആദ്യം വരുമ്പോൾ, അതിനുശേഷം അത് ഇപ്പോൾ ഏതാണ്ട് 2.8% കുറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ഒരു തവണ 1.92% കുറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കേന്ദ്രം ഇങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ പലതരത്തിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന പല ഗ്രാന്റുകൾ ഉൾപ്പെടെ ഓരോ നിബന്ധനകൾ പറഞ്ഞ് തരാതിരിക്കുമ്പോൾ കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്നതിൽ വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ഇപ്പോഴെന്താണ് നിങ്ങൾ ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ കൂടി 3 പ്രതിനിധികൾ ഉൾപ്പെടുന്നുണ്ട്, നിങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള സർക്കാരിനെങ്കിലും മുന്നോട്ട് പോകാനുള്ള സഹായ സഹകരണങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമോ? ഒരു സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്ന പോസ്റ്റ്മാൻ അല്ല, മണി ഓർഡർ കൊണ്ട് വീട്ടിൽ കൊടുക്കുന്ന കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും കേരളത്തിന് അർഹപ്പെട്ടതും അതിനേക്കാൾ കൂടുതലുമാണ് കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ രേഖകളുമുണ്ട്. പക്ഷേ കേരളം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി വിലയിരുത്തേണ്ടതുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൊതുവായിട്ടുള്ള നഷ്ടം 78,851 കോടി രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും പൊതുവായിട്ടുള്ള ഒരു വിശ്വാസം കേരളീയ ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങേയറ്റം അപകടകരമാണെന്ന് BJP പറയും. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കാനുള്ളതല്ല, ഒരിക്കലും ലാഭമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നുള്ള തലതിരിഞ്ഞ പടുവിഡ്ഢിത്തം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒരുപോലെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് 5000 ഷെഡ്യൂളുകളും 5000-ത്തിനടുത്ത് ജോലിക്കാരും ഉണ്ടായിരുന്ന KSRTC ഇന്ന് 2000-ലേറെ ഷെഡ്യൂളുകളും അതുപോലെ 22,000 ജോലിക്കാരുമായി കുറഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട സഹായമോ 5 ഇരട്ടി വർദ്ധിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ KSEB ആണെങ്കിലും അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി ആണെങ്കിലും എന്തിനേറെ മദ്യത്തിന് 400 ഇരട്ടി വില 400% വർദ്ധിപ്പിച്ച് വിറ്റാലും നഷ്ടത്തിൽ മാത്രം പോകുന്ന ബീവറേജ് കോർപ്പറേഷൻ ആണെങ്കിലും സപ്ലൈകോ ആണെങ്കിലും വൻപിച്ച നഷ്ടത്തിലാണ് പോകുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കാൻ പാടില്ല, നഷ്ടം മാത്രമേ ഉണ്ടാക്കാവൂ എന്നുള്ള ഒരു വാശിയും നിർബന്ധവും UDF-ഉം LDF-ഉം തുടരുന്നിടത്തോളം കാലം കേരളം പാപ്പരായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് പുറത്തിറങ്ങി ആരോടെങ്കിലും പറയാൻ പറ്റുന്ന വരുമാനമാണോ കേരളത്തിലുള്ളത്? 1 മദ്യപാനത്തിൽ നിന്നുള്ള വരുമാനം, 2 ചൂതുകളിയിൽ നിന്നുള്ള വരുമാനം. ചൂതുകളി എന്നുള്ള പിന്നെ ഇംഗ്ലീഷിൽ ലോട്ടറി എന്ന് പറയുന്നത് കൊണ്ട് ഒരു മാന്യതയൊക്കെ തോന്നുക. അപ്പൊ മദ്യപാനത്തിൽ നിന്നും ചൂതുകളിയിൽ നിന്നും മുഖ്യ വരുമാനം കണ്ടെത്തുന്ന ഒരു സംസ്ഥാനം മറ്റ് അയൽ സംസ്ഥാനങ്ങളെക്കാൾ കേരളം എന്ന സംസ്ഥാനത്തിന് ചില പരിമിതികൾ കൂടി ഇല്ലേ അഡ്വക്കേറ്റ് ജയസൂര്യൻ? താങ്കൾക്ക് അത് മനസ്സിലാക്കാത്തതൊന്നുമല്ലല്ലോ. വ്യാവസായിക സംസ്ഥാനമോ അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള സംസ്ഥാനമോ ഒന്നുമല്ല. നമ്മുടെ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യേകതകളൊക്കെ താങ്കൾക്കും ബോധ്യമുള്ളതല്ലേ?
അല്ല, എനിക്കത് ബോധ്യമുള്ളത് കൊണ്ട് അതിന്റെ കണക്കും കൂടി ഞാൻ പറയാം. കേരളം പിറന്നു വീഴുന്ന സമയത്ത് സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ 85% കേരളം ഉണ്ടാക്കിയിരുന്നു. ഇന്ന് എത്രയാ ഉണ്ടാക്കുന്നത്? 9% മാത്രം. 10.5 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളം ഇന്ന് 1.5 ലക്ഷം ഹെക്ടർ നെൽകൃഷിയായി ചുരുങ്ങി. ഇവിടെ ഭരിച്ചത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇതിന് തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യ നമ്മളുടെ ജനസംഖ്യ വർദ്ധിക്കുകയാണ്, കേരളത്തിന്റെ വലിപ്പം കൂടുന്നില്ല, കേരളം ഒരു ചെറിയ സ്റ്റേറ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും കൂടി ഉണ്ട്. അതിൽ അല്ല, ആ വർദ്ധിക്കുന്ന ജനസംഖ്യ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം. ഈ രാജ്യത്ത് നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക്, രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന ഇത്ര വലിയ ഒരു ജനതതി കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ വന്നിരുന്ന തമിഴനും, എന്തുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ വന്നിരുന്ന ഉത്തരേന്ത്യക്കാരനും ഇപ്പൊ വരാത്തത്? അവരുടെയൊക്കെ നാട് വികസിച്ചു, അവരുടെയൊക്കെ നാട്ടിൽ തൊഴിലും വരുമാനവും ഉണ്ടായി. അപ്പോൾ അവർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. മലയാളിയുടെ അവസ്ഥ എന്താണ്? പഠിക്കാൻ മലയാളി പുറത്തു പോകണം, പണിയെടുക്കാൻ മലയാളി പുറത്തു പോകണം. അപ്പൊ പഠിക്കാനും പണിയെടുക്കാനും കഴിയാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് കേരള മോഡൽ വേണമെന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. കേരളത്തിന്റെ വിദ്യാഭ്യാസം, കേരളത്തിന്റെ തൊഴിൽ, കേരളത്തിന്റെ കൃഷി, കേരളത്തിന്റെ വ്യവസായം അഭിമാനകരമായിരുന്നു. ഇന്ന് കൃഷിയില്ല, വ്യവസായമില്ല, തൊഴിലില്ല, വിദ്യാഭ്യാസമില്ല, യാതൊരു അടിസ്ഥാന സംവിധാനവുമില്ലാതെ ഈ സംസ്ഥാനത്തെ തകർത്തത് ഇടതു വലത് മുന്നണികളാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 1.3% GSDP-യുടെ 1.3% ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഇവിടെ കാപെക്സ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എത്ര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോ യാതൊരുവിധ മൂലധന വളർച്ചയും ഇല്ലാതെ കടം വാങ്ങി മാത്രം കഴിഞ്ഞുകൂടുക, കടം വാങ്ങുക, കള്ളു കുടിക്കുക, ചൂത് കളിക്കുക, കടം വാങ്ങാൻ പോലും അനുവദിക്കുന്നില്ല കേന്ദ്രം എന്നതാണ് വലിയ പ്രതിസന്ധിയായി കേരളത്തിന് മുന്നിൽ നിൽക്കുന്നത്. കേരളം മറ്റേതെങ്കിലും തരത്തിലൊക്കെ പണം സമാഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതും കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. കിഫ്ബിയുടെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്, മറ്റ് പലതും. അപ്പോൾ ആ നിലയിൽ കേരളത്തിന് കടം വാങ്ങി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നാണ്. അതിന് പിന്നിൽ കേരളമാണ്, പിന്നെ നോക്കൂ, അല്ല കേന്ദ്രമാണ്. നോക്കൂ, നമ്മൾ ജനസംഖ്യ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയതിനും നമ്മൾ തന്നെ പണിഷ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്, നമ്മളുടെ വിഹിതം കുറയുന്ന സാഹചര്യമാണ്. GST നടപ്പാക്കി, അതിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ടുന്ന ടാക്സ് വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പൂർണ്ണമായും നിർത്തുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നത് പോലും അല്ല എന്നതാണ് മുൻ ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അത് ഉൾപ്പെടെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്രം. പക്ഷേ കേന്ദ്രം അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഒരിക്കലുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല. പ്രതിസന്ധി മുഴുവൻ ഇവിടുത്തെ ധൂർത്തും കൊള്ളയും മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ബാക്കി സംസ്ഥാനങ്ങളിൽ 10 കൊല്ലം കൂടുമ്പോ ശമ്പളം കൂട്ടുന്നു, ഇവിടെ 5 കൊല്ലം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ധൂർത്തും ചെലവും നമുക്കറിയാമല്ലോ. നമ്മുടെ സംസ്ഥാനത്തുള്ള എത്ര PSC മെമ്പർ, UPSCക്ക് ഇല്ലാത്ത എത്ര മെമ്പർമാരാണല്ലോ കേരളത്തിലെ PSCക്ക് ഉള്ളത്. ഇവിടുത്തെ മന്ത്രിമാർക്ക് മാത്രമാണല്ലോ 2 വർഷം കൂടുമ്പോ വൻ പടയായിട്ട് സ്റ്റാഫിനെ നിയമിച്ച് അവരെ പിരിച്ചുവിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത ഇത്തരം ധൂർത്തുകൾ, ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാത്ത ഇത്തരം വെട്ടിപ്പുകളും തട്ടിപ്പുകളും മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, UPക്കൊക്കെ ഉണ്ടായിരുന്ന കടം അവർ എത്ര പുറകോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുത്ത് മാറ്റിവെച്ചിട്ട് ഇവിടെ കൃഷി സമ്മതിക്കില്ല, ഞങ്ങൾ പൂട്ടിക്കും, ഇവിടെ വ്യവസായം ഞങ്ങൾ പൂട്ടിക്കും, ഇവിടെ ഞങ്ങൾ പൂട്ടിക്കും, അങ്ങനെ സമരം ചെയ്ത് നമ്മുടെ എല്ലാവിധത്തിലുള്ള വികസന സാധ്യതകളെയും തകർത്ത് കളഞ്ഞിട്ട് തെണ്ടി നടക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ അടുത്ത് പോയി തെണ്ടി നടക്കുന്ന ഒരു തെണ്ടി സംസ്ഥാനമാക്കി നമ്മളെ ജയസൂര്യൻ, അത്തരം വാക്കുകൾ വേണമോ? താങ്കൾ ഒന്ന് സ്വയം പരിശോധിക്കൂ. കാരണം കേരളം തെണ്ടുന്നത് എന്തിനാണ്? കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ കേരളം, കേരളത്തിന് അവകാശപ്പെട്ടത് കേരളം ചോദിക്കുന്നതിനെ തെണ്ടലായി കാണുന്നത് എന്താണ്? നിങ്ങളുടെ ഔദാര്യമല്ലല്ലോ കേരളത്തിന് ലഭിക്കുന്നത്. കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാനും ചോദ്യം മാത്രം പോരാ കേട്ടോ. അതായത് കേരളത്തിന് ആവശ്യമുള്ളതും അവകാശപ്പെട്ടതുമായത് കൊടുത്തു കഴിഞ്ഞു, അതിൽ കൂടുതലും കൊടുത്തു കഴിഞ്ഞു. നിരവധി തവണ കൊടുത്തു കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സർക്കാരുകൾക്ക് ഒരിക്കലും ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ മുൻ സർക്കാരുകൾ കേന്ദ്രത്തിൽ വാങ്ങിക്കാവുന്നതും അതിൽ കൂടുതലും കടമെടുത്തിട്ട് കേന്ദ്രത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് കരുതുന്നത് തികച്ചും തെറ്റാണ്. അത് മലയാളിയോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം സ്വന്തം സംസ്ഥാനത്ത് യാതൊരു വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അനുവദിക്കാതെ, യാതൊരു വിധത്തിലും കൃഷിയും വ്യവസായവും ബിസിനസ്സും അനുവദിക്കാതെ, വരുമാനം ഉണ്ടാക്കാൻ കഴിയാതെ, കേന്ദ്രം തന്നാൽ മാത്രം ജീവിക്കാമെന്ന് പറയുന്ന ഒരു നാണം കെട്ട രാഷ്ട്രീയ സംസ്കാരം ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. കേന്ദ്രം തന്നാൽ
ജയിപ്പിക്കുള്ളൂ. തമിഴ്നാട് അങ്ങനെ ആയിരുന്നല്ലോ, ആന്ധ്ര അങ്ങനെ ആയിരുന്നല്ലോ, കർണാടകയും UP മധ്യപ്രദേശും അങ്ങനെ ആയിരുന്നല്ലോ. അവരൊക്കെ ഇപ്പൊ മാറിയില്ലേ? അവരൊക്കെ തന്നെ വരുമാനമുണ്ടാക്കിയില്ലേ? അവിടെയൊക്കെ കൃഷിയും വ്യവസായവും ബിസിനസ്സും വളരുമ്പോ ഇവിടെ എന്തുകൊണ്ട് വളരാത്തത്? ഇവിടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയം നിലനിൽക്കുന്നിടത്തോളം കാലം മലയാളി കുത്തുവാള എടുക്കും. കുത്തുവാള എടുത്താലും ഇടതിനെയും വലതിനെയും മാറി മാറി ജയിപ്പിക്കുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മിസ്മാനേജ്മെന്റ് ഇവിടെ നടക്കുന്നത്. പിന്നെ ശ്രീ ജയസൂര്യൻ, നമ്മുടെ രാജ്യവും കടമെടുത്ത് തന്നെയാണ് പല കാര്യങ്ങളും നിർവഹിക്കുന്നത് എന്ന കാര്യം കൂടി താങ്കൾക്ക് ബോധ്യമുണ്ടാകുമെന്ന് തോന്നുന്നു. ഇങ്ങനെ കേരളത്തെ അധിക്ഷേപിക്കുമ്പോൾ എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ എന്ന ഒരു സ്വയം പരിശോധന കൂടി നടത്തുക. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ അജിത് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോ കേരളം സാമ്പത്തിക ബാധ്യതയിലാണ്. കേരളം കഴിഞ്ഞ കുറെ നാളായി അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന പല ഫണ്ടുകളും ലഭിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. തനത് വരുമാനം കണ്ടെത്തുന്നതിൽ വീഴ്ചകളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലൊന്നും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് മുൻ സർക്കാരുകളും ഇപ്പോഴത്തെ സർക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം? നമുക്ക് കുറച്ച് കടുത്ത നടപടികളിലേക്ക് മാറേണ്ടുന്ന ഒരു സാഹചര്യമാണോ? ഈ വരുമാനത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ റവന്യൂവിന്റെ 77% വിഴുങ്ങുന്നത് ശമ്പളവും പെൻഷനും മറ്റ് കാര്യങ്ങളുമാണ് എന്നത് വന്നുവല്ലോ. അതിന്റെ കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇത് ചുരുക്കേണ്ടുന്ന വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ആ ക്ഷേമം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചെലവുകൾ കുറയ്ക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യമുണ്ടോ സംസ്ഥാനത്തിന്? തീർച്ചയായിട്ടും 77% എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു വൻ ഫിഗറാണ്. പ്രത്യേകിച്ച് നാഷണൽ ആവറേജ് 46.1 ആണ്. 46.1 ഉള്ള സ്ഥലത്ത് നമ്മൾ 77% എത്തിയിരിക്കുകയാണ്. അത് താഴോട്ട് കൊണ്ടുവരാതെ യാതൊരു രക്ഷയുമില്ല. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്സ് എടുത്തേ പറ്റും. ആ എഫേർട്സ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോഴാണ് ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് വരുന്നത്. കാരണം ഇപ്പം 10 വർഷത്തിലൊരിക്കൽ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും ശമ്പളം പരിഷ്കരണം നടക്കുന്നത് 10 വർഷത്തിലൊരിക്കലാണ്. സെൻട്രൽ ഗവൺമെൻറ്റും 10 വർഷം 2016 അവസാനം നടത്തി. ഇനിയിപ്പോൾ 26 ഈ വർഷം അവർ റിവിഷൻ നടത്താൻ പോവാണ്. എത്ര കണ്ട് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണെന്ന് പറഞ്ഞാൽ പല സാമ്പത്തിക തീരുമാനങ്ങൾക്കും ഒരു രാഷ്ട്രീയ ഡൈമെൻഷനുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. എങ്ങനെ അത് ബാലൻസ് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ ധവളപത്രത്തിൽ ഞാൻ നോക്കിയിരുന്നതാണ്. അവിടെയാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊരു നല്ലൊരു പ്ലാൻ തന്നെയാണ്. മാത്രമല്ല 132 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 78,800 കോടി നഷ്ടമുണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള അത് വലിയൊരു നാണക്കേട് തന്നെയാണ്. ഈ 132-ൽ ഒരുവിധം നല്ലൊരു നമ്പർ ഞാനൊരു സാമ്പത്തിക വിദ്യാർത്ഥി എന്നതിൽ ഞാൻ എടുത്തു നോക്കിയപ്പം ഏകദേശം ഒരു 25 മുതൽ 30 സ്ഥാപനങ്ങൾ അവരിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. പേരുകൾ ഞാൻ പറയുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് പേരുകൾ ഞാനിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഏകദേശം 30 സ്ഥാപനങ്ങളുണ്ട്. അവരിൽ നിന്ന് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. പക്ഷെ അവർക്ക് ചെയർമാൻമാരുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എല്ലാ വിധത്തിലും ശരിക്കും പറഞ്ഞാൽ അവരുടെ പോസ്റ്റൊക്കെ ഒരു രാഷ്ട്രീയ പോസ്റ്റാണ്. എത്ര കണ്ട് അതൊക്കെ നിർത്തലാക്കാൻ പറ്റും? ഞാൻ വിചാരിച്ചു ഇടതുമുന്നണി ഗവൺമെൻറ് അത് നിർത്തലാക്കാനായിട്ടൊരു ശ്രമം നടത്തുമെന്ന്. കാരണം അത്രയും ഈ പ്രശ്നം ഇവരുടെ മാത്രമല്ല, ഇത് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ളതാണ്. ഒരുപാട് ഗുണമുണ്ട്. പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചില്ലെങ്കിലും മതി. എല്ലാ വർഷവും 10, 12, 14 പുതിയ സ്ഥാപനങ്ങളാണ്. ഈ 118 ആയിരുന്നു 2021-ൽ. 2026 ആയപ്പോൾ 132 പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സായി. ചില അണ്ടർടേക്കിങ്സ് എടുക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. ഇപ്പോൾ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എടുത്തു, അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷെ അതിന് ലാഭം കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതാണ് ഈ പ്രശ്നം. എടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ ഈ ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു നയം. ശരിക്കും ഞാൻ തിരിച്ചു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. 1980-ലെ സർക്കാരിൻ്റെ സമയത്ത് KR ഗൗരിയമ്മയായിരുന്നു അന്ന് വ്യവസായ മന്ത്രി. അവർ കൊണ്ടുവന്നൊരു പ്ലാൻ എന്താണെന്നറിയോ? എല്ലാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യം ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നൊരു റൂൾ അവർ കൊണ്ടുവന്നു.
അതോടെ വ്യവസായങ്ങൾ അവിടെ ശരിക്ക് പുരോഗമിക്കാൻ. അങ്ങനെയാണ് ഈ കെൽട്രോണൊക്കെ പെട്ടെന്ന് ഉയർന്നെഴുന്നേറ്റ് വളരാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ 1984 നമ്മൾ ടെലിവിഷൻ കേരളത്തിൽ വന്നപ്പം എല്ലാവരും കെൽട്രോൺ ടി വിയാണ് വാങ്ങിച്ചിരുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ കെൽട്രോണാണ് വാങ്ങിച്ചത്. അതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നു. പക്ഷെ വർഷങ്ങളായപ്പോഴേക്കും ആ പോളിസിയിൽ നടന്നില്ല. പലപ്പോഴും എന്താ പറ്റുന്നത്, പലപ്പോഴും നമ്മൾ ഈ ക്വാളിറ്റി കൺട്രോൾ, അവിടെയാണ് നമ്മുടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം. അവർക്കൊരു ഗുണമേന്മ, അവരുടെ പ്രോഡക്ട്സിനുള്ള ഗുണമേന്മ, അതിനും ഒരു ശരിക്ക് ഒരു പോളിസി നമ്മൾ ഉണ്ടായാൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നായിട്ട് വളരും. ഇവിടെ പക്ഷേ അജിത്കുമാർ, ഇവിടെ ഇപ്പോ ഈ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ട് അതിനുള്ള പരിഹാരം എന്ന നിലയിൽ ഓഹരി വിൽപ്പനയും അടച്ചുപൂട്ടലും സ്വകാര്യവൽക്കരണവുമാണ് നിർദ്ദേശിക്കുന്നത്. അതൊരു നയവ്യതിയാനം എന്ന നിലയിൽ തന്നെ നമ്മൾ കാണണമോ? അത് ആ നിലയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തെ സംബന്ധിച്ച് അത് എത്രമാത്രം ശ്രമകരമാകും? ശ്രമകരം തന്നെയാണ്. പക്ഷേ അതിനൊരു എഫേർട്സ് നടത്തിയേ പറ്റൂ. കാരണം അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. കാരണം ഒരു ചെറിയൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 1991 നാം എന്താ ചെയ്തത്? 91 ഇന്ത്യയിൽ ഈ ലിബറലൈസേഷൻ എന്നൊരു സ്കീം എന്തുകൊണ്ട് കൊണ്ടുവന്നു? ഇതേ പ്രശ്നമുള്ളതുകൊണ്ടാണ്. അന്ന് എന്തായിരുന്നു നമ്മുടെ കണ്ടീഷൻ? അത് രാജ്യം മുഴുവൻ എന്തൊരു കഷ്ടത്തിലായിരുന്നു. 15 ദിവസത്തെ ഇറക്കുമതിക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു രാജ്യം. അതിനുമ്പോൾ നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കണ്ടീഷൻ. പക്ഷേ ഒന്ന് തീർച്ചയാണ്, പിന്നെ നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഓഹരി വിൽപ്പന വളരെ ഈസിയാണ്. ഇവരുടെ ഓഹരി ആര് വാങ്ങിക്കാനാണ്? അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ ഈ ഓഹരി വിൽപ്പന. കാരണം നഷ്ടത്തിലായി കിടക്കുന്ന കമ്പനികളുടെ ഓഹരി വിറ്റിട്ട് സർക്കാരിന് എന്ത് പൈസ കിട്ടാൻ പോവാണ്? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനത്തെ നടപടികൾ അത്ര ആലോചിച്ചേ ചെയ്യുള്ളൂ. പക്ഷേ അടച്ചുപൂട്ടലിലേക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ സിക്നസ് ആക്ട് ഉണ്ട്. അത് പ്രകാരം നമുക്ക് ശരിക്ക് ആ ഒരു സിക്ക് ഇൻഡസ്ട്രി, ഈ വ്യവസായങ്ങളെ ശരിക്കും സിക്ക് ഇൻഡസ്ട്രീസിൻ്റെ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഒരു ശ്രമം കൊടുത്ത് ആ ശ്രമത്തിൽ അത് ശരിയായില്ലെങ്കിൽ അത് അടച്ചുപൂട്ടുക. എനിക്ക് തോന്നുന്നു അതാണ് ശ്രീ വി ഡി സതീശൻ ആലോചിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അടച്ചുപൂട്ടൽ നാളെ കാലത്ത് 30 വ്യവസായങ്ങൾ അദ്ദേഹം അടച്ചുപൂട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നു, കാരണം അദ്ദേഹം ഒരു നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി എനിക്ക് വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് ഇപ്പോൾ സിക്ക് ഇൻഡസ്ട്രീസ് ആക്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിലൂടെ ഇവരെ സിക്കാക്കി കൺവേർട്ട് ചെയ്ത് അതൊന്നും ഇവിടെ ആലോചിച്ചിട്ടേ ഇല്ല. ആരും അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ധനകാര്യ വിദഗ്ധനായിരുന്ന ഡോക്ടർ തോമസ് ഐസക് പോലും ആ സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അദ്ദേഹം അത് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഫേസ്ഡ് മാനറിൽ 3 വർഷം അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന സമയം. ഇപ്പം ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് ദേശസൽകൃത ബാങ്കുകൾക്ക് ലയിപ്പിക്കാൻ പോകുന്നു പറയാൻ തുടങ്ങി എത്ര കാലമായി? എന്താ ലയിപ്പിക്കാത്തത്? ലയിപ്പിക്കാത്ത കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള 12 ദേശസൽകൃത ബാങ്കുകളിൽ ഇവർ ലയിപ്പിക്കും എന്നുള്ളൊരു ത്രെട്ട് വന്നപ്പം ബാങ്കുകൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അവരിപ്പോൾ എല്ലാം ലാഭത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ലയിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അതേ ഒരു പോളിസി നമ്മളിവിടെ തുടങ്ങിയാൽ നിങ്ങൾ ഉടനെ അടച്ചുപൂട്ടില്ല, നിങ്ങൾക്കൊരു ഞങ്ങളൊരു സാവകാശം തരും. 2-3 വർഷത്തിനുള്ളിൽ നിങ്ങൾ റീഹാബിലിറ്റേഷൻ നടത്തണം. ഈ റീഹാബിലിറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയായിരിക്കും എന്ന് ആ ഒരു ഫേസ്ഡ് പ്ലാൻ ഇട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യവസായങ്ങൾക്ക്, കാരണം അപ്പോഴാണ് ജോലി ചെയ്യാനും അത് നന്നാക്കാനും. ഇപ്പം എന്താ പറയുന്നത്, ജോലി ചെയ്താലും ചെയ്യലും കുഴപ്പമില്ല, സർക്കാരിന് ശമ്പളം കിട്ടുന്നുണ്ട്, സർക്കാർ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് നിർത്തലാക്കണം. അത് നിർത്തലാക്കാൻ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല, പക്ഷെ നിർത്തലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ നികുതി ചോർച്ച തീർച്ചയായിട്ടും ഞാൻ പറയാം. കാരണം ഇപ്പോൾ ആംനസ്റ്റി എന്നൊക്കെ പറഞ്ഞ് പല സ്കീംസൊക്കെ കൊണ്ടുവന്നു, ഒന്നും സക്സസ്ഫുൾ ആയില്ല. പക്ഷെ ആ നികുതി ചോർച്ചയ്ക്ക് പല റീസൺസും ഉണ്ട്. ആ റീസൺസ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ച്, പ്രത്യേകിച്ച് GSTയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട എന്തോരം വരുമാനങ്ങൾ, ആ വരുമാനം നമുക്ക് കിട്ടാനായിട്ടുള്ള ശരിക്കും ഒരു എഫേർട്ട് എടുക്കും എന്ന് തീർച്ചയായിട്ടും ഈ ധവളപത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നികുതി ചോർച്ച നിർത്തുക, ഫേസ്ഡ് മാനറിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് മാറ്റി നിർത്തിയാൽ യാതൊരു സംശയമില്ല, ഒരു 3 വർഷം എടുക്കും. ഒരു വർഷം കൊണ്ട് ഇത് കാര്യം നടക്കാനും പോകുന്നില്ല. ഒരു 3 വർഷം കൊണ്ട് നമുക്ക് നല്ലൊരു നിലയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ കൂടി ഞാൻ ഈ ധവളപത്രത്തിൽ കാണുന്നുണ്ട്. ശരി, ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ ഇപ്പോൾ 20,000 കോടിയുടെ പ്ലാൻ
മുടക്കാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് വി ഡി സതീശൻ പറയുന്നത്, ധനമന്ത്രി കൂടിയായ വി ഡി സതീശൻ പറയുന്നതെന്നാണ് മുൻ ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തുമെന്ന് കരുതിക്കൊണ്ടല്ല കേരളം കാര്യങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രവുമല്ല, കേന്ദ്രത്തിൽ നിന്ന് പരമാവധി വാങ്ങിച്ചെടുക്കാനാണ് നോക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ഇല്ലാത്ത വരുമാനം കാണിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കി എന്ന് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടതെന്നും മുൻ ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തോട് കൂടുതൽ ചോദിക്കുക, കേരളത്തിന് അവകാശപ്പെട്ടത് ഉറപ്പാക്കുക, ഒപ്പം തന്നെ ഇപ്പോൾ എൻ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയത് പോലെയുള്ള ടാക്സ് വരുമാനങ്ങൾ പൂർണ്ണമായും സമാഹരിക്കാനുള്ള നീക്കങ്ങൾ, ചെലവ് കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ, ഇതൊക്കെ ആവിഷ്കരിക്കുക, നടപ്പാക്കുക. അതിനൊക്കെയാണല്ലോ ജനങ്ങൾ നിങ്ങളെ അധികാരത്തിലേറ്റിയത്. അല്ലാണ്ട് സ്വകാര്യവൽക്കരണം മാത്രമാണ് ഇനിയുള്ള പോംവഴി എന്ന നിലയിൽ ചിന്തിക്കാനാണോ? അല്ല, സ്വകാര്യവൽക്കരണം പോംവഴിയാണ് എന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള. ഇപ്പോൾ മുമ്പ് സുരേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് KSRTCയുമായി ബന്ധപ്പെട്ടാണ്. സുരേഷ്, KSRTCയിൽ ഞങ്ങൾ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ അത് KSRTCക്ക് ഇപ്പോൾ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് ഞങ്ങൾ വേറെ തുക കണ്ടെത്തി അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് KSRTCയുടെ ബസ്സിൽ ഒരു ദിവസം എത്രയാണോ വനിതകൾ യാത്ര ചെയ്യുന്നത് അവർക്ക് തത്തുല്യമായ തുക അത് KSRTCയിൽ എത്തിച്ച് ആ സ്ഥാപനത്തെ നിലനിർത്താനാണ്. അതല്ലാതെ KSRTCയുടെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിൽ സൗജന്യം അനുവദിക്കുക എന്നുള്ളതല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നൊന്നായി നടപ്പിലാക്കാൻ, അത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ എന്ത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ധവളപത്രം ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ കിഫ്ബിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കിഫ്ബിയുടെ ഞാനതിൻ്റെ ഇപ്പം ഞങ്ങൾ ഈ ധവളപത്രത്തിൽ തന്നെ കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ, കിഫ്ബി ധീരമായ ഒരു സ്ഥാപനാപരമായ നവീകരണമായിരുന്നു. കഴിഞ്ഞ 9 വർഷമായി മികച്ച സംഘടനാശേഷി കൈവരിക്കാനും വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഫണ്ട് നൽകാനും കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ എന്നാൽ ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ കടങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ കടങ്ങളാണ്. ഫണ്ട് സമാഹരണ ചെലവ് സർക്കാരിൻ്റെ നേരിട്ടുള്ള വായ്പാ നിരക്കിനേക്കാൾ കൂടുതലാണ്. കൂടാതെ പദ്ധതി വിതരണത്തിൽ തന്ത്രപരമായ മുൻഗണനകളെക്കാൾ രാഷ്ട്രീയമാണ് പ്രതിഫലിക്കുന്നത്. കിഫ്ബിയുടെ കാര്യത്തിൽ ഇവിടെ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 3 ജില്ലകളിൽ മാത്രമായി ഇതിൻ്റെ 50-55% ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അത് എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ. ബാക്കി ജില്ലകളിൽ ഇല്ല എന്നല്ല, പക്ഷേ ബാക്കി ജില്ലകളിൽ ആനുപാതികമായ വിതരണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കിഫ്ബി എന്ന ആ സംവിധാനത്തിനല്ല കുഴപ്പം, അതിൻ്റെ നടത്തിപ്പിലുണ്ടായിരിക്കുന്ന പിന്നീട് വന്നിരിക്കുന്ന പോരായ്മകളാണ്. ഈ കടബാധ്യതകളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് വരുന്നു. കിഫ്ബിക്ക് തനതായ വരുമാനങ്ങളില്ല, കടം മേടിച്ച് മാത്രം അല്ലെങ്കിൽ ആ കടത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇത് വീട്ടാനായിട്ട് കഴിയും. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ധവളപത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം ഇതെല്ലാം എന്താ പറയുക, സ്വകാര്യ മേഖലയിൽ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതല്ല. പക്ഷേ സ്വകാര്യ മേഖലയുടെ ഒരു സാന്നിധ്യം ഇനി കേരളത്തിൽ അത് അത്യന്താപേക്ഷിതമാണ്. കാരണം അവരെ തല്ലി ഓടിച്ചതുകൊണ്ടോ ഇല്ലെങ്കിൽ ഒരു സാജൻ പാറയ്ക്കൻ എന്താ പറഞ്ഞേ അവൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തുമ്പോൾ അതിന് അനുമതി കൊടുക്കാതെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒരു പ്രവാസിക്ക് എന്താ പറയുക സമരം നടത്തേണ്ട സ്ഥിതിവിശേഷം ഇനി അവരെ നമുക്ക് ഒഴിവാക്കി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലോ. നമുക്ക് പുതിയ വരുമാന സോഴ്സുകൾ കണ്ടെത്തണം. ആ വരുമാന സോഴ്സുകൾക്ക് സ്വകാര്യ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അനിവാര്യമാണെങ്കിൽ നിശ്ചയമായിട്ടും അതിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്, അതിലേക്ക് ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ധവളപത്രം കൊണ്ട് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തെ വിറ്റഴിക്കുമെന്നോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇല്ലാതാക്കുമോ എന്നുള്ള അർത്ഥത്തില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെയും ആലോചിക്കേണ്ടി വരും. ഒരു കാരണവശാലും നന്നാവില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്ന് കണ്ടാൽ പിന്നെ അവിടെ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ പറ്റുള്ളൂ, മറ്റു മാർഗം നമുക്കില്ലല്ലോ. എത്ര കാലമാണ് ആളുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സമ്മതിദായകർ കൊടുക്കുന്ന നികുതിദായകർ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് നമുക്ക് ഈ വെള്ളാനകളെ തീറ്റിപ്പോറ്റാൻ പറ്റുമോ ജീവിതകാലം മുഴുവൻ? അങ്ങനെ തീറ്റിപ്പോറ്റാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും വെച്ച് ഇത് അവസാനിപ്പിക്കേണ്ടി വരും. ആ പ്രക്രിയയ്ക്ക്, അതായത് ഈ ഇങ്ങനെ കടമെടുത്ത് ചെലവാക്കുക ഇല്ലെങ്കിൽ പദ്ധതികൾ, അപ്പോൾ ഇതിനൊരവസാനം കണ്ടെത്തുന്നതിൻ്റെ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ ധവളപത്രം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിലും
ശ്രീ സുരേഷ് കുമാർ ഭയപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഈ കാര്യത്തെയൊക്കെ വളരെ ഫലപ്രദമായി കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഞങ്ങളത് കാത്തു സൂക്ഷിക്കും എന്നുള്ളത് കൊണ്ട് ശരി, ശ്രീ സുരേഷ് കുമാർ എന്തായാലും ആശങ്ക വേണ്ട എന്നതാണ് പറയുന്നത്. അവിടെ നമുക്കറിയാം കഴിഞ്ഞ 2 സർക്കാരുകളുടെ കാലത്ത് എപ്പോഴും മുഴങ്ങിക്കേട്ട വാക്കാണ് കിഫ്ബി. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമായി അതിനെ കണ്ടുവരികയായിരുന്നു. പക്ഷെ നോക്കൂ, ഇപ്പോൾ ഈ ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നൊവേഷൻ ആണ് കിഫ്ബി എന്ന് പറയുമ്പോൾ പോലും അതിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയാണ്. അത് സ്റ്റേറ്റ് ബോറോയിങ്സിനേക്കാൾ കൂടുതലാണ് അതിന്റെ ഫിനാൻസിങ് ലൈബിലിറ്റി വരുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അതിന്റെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചുള്ള വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഡിവിഷനാണ് അതിൽ നടക്കുന്നത് എന്ന വലിയ ക്രമക്കേട് എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് കണ്ണൂരിനാണ്. മറ്റ് 3 ഡിസ്ട്രിക്റ്റുകൾ ചൂണ്ടിക്കാട്ടി ഇവിടെ സേനാപതി വേണു. അപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡിവിഷൻ അവിടെ ഉറപ്പാക്കുന്നില്ല. മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യങ്ങൾക്കാണ് അവിടെ ഏറ്റവും പ്രാധാന്യം കിഫ്ബി വഴി നൽകിയിരിക്കുന്നത്. അതിന് ആ ബാധ്യത സംസ്ഥാനം മുഴുവൻ വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമായി കൂടി ഈ സാഹചര്യം മാറുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? രേണുക, ഇപ്പോ ഇവർ പറഞ്ഞ 2 ആളുകൾ പറഞ്ഞു, ഇപ്പൊ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള ഒരു സാവകാശം തരണം. അതിലൊന്ന്, അദ്ദേഹം എന്റെ ആശങ്കയെ സംബന്ധിച്ച്, എന്റെ വ്യക്തിപരമായ ആശങ്ക ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ. അധികാരത്തിലേറി ഈ ചുരുങ്ങിയ കാലയളവിൽ സ്വന്തം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ ഇത്രമാത്രം ഇരുട്ടിൽ നിർത്തിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. കാരണം നേരത്തെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല അദ്ദേഹം ഇപ്പൊ പറയുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ്? കേരളത്തിലെ ഖജനാവിൽ പൂച്ച വെട്ടി കിടക്കുകയാണ്. അത് വസ്തുതാപരമായി കള്ളമാണ് എന്ന് പൊതുജന മധ്യത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 6 ലക്ഷം കോടി രൂപ ഇവിടെ പൊതു കടമായി നിലവിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ ധവളപത്രം പുറത്തിറക്കുമ്പോൾ കടം എന്നുള്ളത് സ്വാഭാവികമായും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുമായി അതിലെടുത്തിരിക്കുന്ന താരതമ്യ പഠനത്തിനായി എടുത്തിരിക്കുന്നത് വെറും 8 സ്റ്റേറ്റുകളെയാണ്. 28 സ്റ്റേറ്റുകളെടുത്ത് വെറും 8 സ്റ്റേറ്റുകളെടുത്ത് താരതമ്യ പഠനം നടത്തിയിരിക്കുകയാണ് ഈ ധവളപത്രത്തിൽ. അതല്ല വസ്തുത. അപ്പൊ ആദ്യത്തെ 10 സ്റ്റേറ്റിൽ പോലും കേരളം ഉൾപ്പെടുന്നില്ല എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധി ഇവിടെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ BJPയുടെ പ്രതിനിധി കുറെ കാര്യങ്ങൾ, അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ വിമർശനം ഉന്നയിച്ചാൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് ആക്രോശിക്കുന്ന വിഭാഗത്തിന്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തോട് അതേ രൂപത്തിൽ പറയാൻ കഴിയില്ല. കാരണം കേരളം എന്റെ മാത്രം സ്വത്താവകാശം നേടിയ ഒരു സ്റ്റേറ്റ് അല്ല. അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ പറയുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകളെ സംബന്ധിച്ച് പോലും ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. തൊഴിലന്വേഷിച്ച് ഇപ്പൊ കേരളീയൻ പുറത്തു പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ നിന്നല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലന്വേഷകർ? ജാർഖണ്ഡിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ഇപ്പോൾ നിങ്ങൾ അധികാരം നേടിയ ബംഗാളിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. നിങ്ങൾ എത്ര കാലം ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും? അവിടെ പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ ടാറ്റയുമായി ചേർന്ന് അവിടെ സിംഗൂരിൽ ഒരു ഫാക്ടറി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ മമതയുമായി ചേർന്ന് വലിയ സമരമുണ്ടാക്കി നിരവധി ആളുകളെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയാണ് അവരെ നിരപരാധികളെ ഈ സമരരംഗത്തേക്ക് വലിച്ചഴച്ചാണ്. പിന്നീട് ഇപ്പൊ മമത തന്നെ അത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അധികാരത്തിൽ വന്ന് അധികാരം പിടിച്ചെടുത്ത നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ആ സിംഗൂരിൽ അതേ ഫാക്ടറിയെ വർഷങ്ങൾക്ക് ശേഷം മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സുവേന്ദു അധികാരി ശ്രമിക്കുകയാണ് എന്ന് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. നിങ്ങൾ ചോദിച്ചു എത്ര രൂപ ഞങ്ങൾ കേന്ദ്രം കൊടുക്കാനുണ്ട്? കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ തുക കൊടുത്തു. പച്ചക്കള്ളമല്ലേ നിങ്ങൾ പറയുന്നത്? സപ്ലൈകോയിൽ UGC SC/ST സ്കോളർഷിപ്പിൽ ഏകദേശം 4770 കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകാനുള്ളത്. അവിടെയാണ് ഇന്ന് ആ തുക മറച്ചു വെച്ചിട്ട് ഈ 4770 കോടി രൂപ പട്ടികജാതി വിദ്യാർത്ഥി എന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി BJPയോടുള്ള ഒരു അടവ് നയത്തിന്റെ ഭാഗമായി അത് മറച്ചു വെച്ചിട്ട് 337 കോടി രൂപ എന്നൊരു കള്ള ഫിഗർ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പറയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന സ്കോളർഷിപ്പ് ഇനത്തിലും UGC
സ്കോളർഷിപ്പ് ഇനത്തിൽ കിട്ടേണ്ടുന്ന തുകയെ സംബന്ധിച്ച് വ്യക്തമായി ഇന്ന് നിയമസഭയ്ക്കകത്ത് പറയണ്ടേ? അദ്ദേഹത്തിന് ഈ ജനവിഭാഗത്തോട് എന്തെങ്കിലും ആത്മാർത്ഥതയുടെ കണികയുണ്ടെങ്കിൽ അതല്ലേ ആദ്യം പറയേണ്ടത്? അത് പറയാതെ ചില കാര്യങ്ങൾ മാത്രം എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതാണ് ഞാൻ ബഹുമാനപ്പെട്ട MLA പറഞ്ഞത്. ആ രാഷ്ട്രീയ ലക്ഷ്യം അധികം നാൾ താമസിക്കാതെ കേരളത്തിലെ പ്രബുദ്ധ ജനത മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ അത് നടപ്പിലാക്കാതിരിക്കാൻ, ഈ സംസ്ഥാനത്ത് നിയമന നിരോധനം നടപ്പിലാക്കാൻ, അതുപോലെ തന്നെ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നതിലൂടെ 6000 കോടി രൂപ ലാഭിക്കാമെന്ന് പറയുന്നു. അത് തെറ്റല്ലേ? ആ 6000 കോടി രൂപ മാറ്റിവെക്കലാണ്. അത് അവർക്ക് കൊടുത്തേ പറ്റൂ വിരമിക്കുമ്പോൾ. അങ്ങനെ പ്രതിപാദിക്കാതെ വായിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക്. ശരി, അങ്ങനെ താൽക്കാലിക ആശ്വാസങ്ങളിലാണോ പ്രതീക്ഷ എന്നത് ഞാൻ സേനാപതി വേണുവിനോട് ചോദിക്കാം. അതിന് മുൻപ് അഡ്വക്കേറ്റ് ജയസൂര്യൻ നോക്കൂ, ഓരോ ബജറ്റിന്റെ സമയത്തും കേന്ദ്രത്തിലേക്ക് ഉറ്റുനോക്കും. നിരാശയാണ് കേരളത്തെ സംബന്ധിച്ച് ഉള്ളത്. ഇപ്പോൾ അടുത്ത ബജറ്റിലേക്ക് ഈ സർക്കാർ നീങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ബജറ്റ് എസ്റ്റിമേറ്റ് 20,500 കോടി കൂടുതലാണ് എന്നത് ഈ ധവളപത്രം ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തുകയാണ് എന്നതാണ് മുൻ ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കാഴ്ചക്കാരല്ല. നിങ്ങളെയും വിശ്വസിച്ച് ജനം തെരഞ്ഞെടുത്ത 3 MLA-മാർ ഈ സഭയ്ക്കുള്ളിലുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന് കിട്ടാവുന്നത് മാക്സിമം മേടിച്ചെടുക്കുക എന്നതിൽ ഒറ്റ മനസ്സാലെ പ്രവർത്തിക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആ ബജറ്റ് എസ്റ്റിമേറ്റിലുള്ള വിഹിതം ഉറപ്പാക്കാൻ നിങ്ങൾ ഉണ്ടാകുമോ കേരളത്തിനൊപ്പം? ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കേന്ദ്രം തന്നത് മേടിച്ചെടുക്കാതിരുന്നതിൽ പരസ്പരം മത്സരിക്കല്ലേ ഇവർ ചെയ്തത്? അതായത് ഒറ്റ ഉദാഹരണം എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറയുന്നതിലെ മന്ദിർ ഹിന്ദു വർഗീയതയായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് നിർബന്ധം പിടിച്ച ഇടതുപക്ഷ മുന്നണി 6000 കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ നഷ്ടപ്പെടുത്തിയത് 2.5 വർഷം കൊണ്ട്. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ ആരോഗ്യമന്ത്രിന്ന് എഴുതിക്കോളാം, പൈസ തരണമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ പുറകെ പോയി. ഇതല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയം? അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ 2860 കോടി രൂപ കൊടുത്തതിൽ ഒരു പൈസ പോലും ചെലവഴിക്കാതെ അത് മുഴുവൻ ലാപ്സാക്കി കളഞ്ഞതല്ലേ ഇവിടുത്തെ കേരള സംസ്ഥാന സർക്കാർ. എന്നിട്ടിപ്പോ കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നത്? കേന്ദ്രം തന്നല്ലോ. മത്സ്യസമ്പദ യോജനയ്ക്ക് 2600 കോടി രൂപ കേരളത്തിന് തന്നതിൽ ഒരു പൈസ ഉപയോഗിച്ച ഒരു പദ്ധതി പോലും ഉണ്ടാക്കിയില്ലല്ലോ. അപ്പൊ കേന്ദ്രം തന്ന ആയിരക്കണക്കിന് കോടി രൂപ രാഷ്ട്രീയ കാരണം പറഞ്ഞ് തെറിപ്പിച്ച് ഞങ്ങൾ ഇതിവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഇവിടുത്തെ രാഷ്ട്രീയം മാറിയാൽ കേരളത്തിന് ഇഷ്ടം പോലെ പണക്കാരുണ്ട്. 70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് അത് രാഷ്ട്രീയ കാരണങ്ങളാൽ BJP ഇൻഷുറൻസ് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടെടുത്ത ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഇതുപോലെ പറഞ്ഞാൽ 10,000 കോടി രൂപ കേന്ദ്രം തരുന്നത് വേണ്ട എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. അന്ധമായ BJP വിരോധം, കേന്ദ്ര വിരോധം ഇത് മാറ്റിവെച്ചാൽ മാത്രം മതി. ആവശ്യത്തിലേറെ പണം നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ കിട്ടുന്ന പണം വാങ്ങാതിരിക്കുക, വാങ്ങിയ പണം ഉപയോഗിക്കാതിരിക്കുക, എന്നിട്ട് അതിനൊക്കെ രാഷ്ട്രീയം പറയുക, അവസാനം മാപ്പ് പറഞ്ഞ് പുറകെ പോവുക. ഇതൊക്കെയല്ലേ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ എന്താ? ഇവിടുത്തെ സ്കൂളുകൾ ഒരു സ്കൂളിന് 5 കോടി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ PM ശ്രീ വേണ്ട എന്ന് പറഞ്ഞു പോവുക. എന്നിട്ട് അതിനെതിരെ സമരം നടത്തുക. PM ശ്രീയിൽ കൂടി വരുന്നതെല്ലാം BJP അജണ്ടയാണെന്ന് പറയുക. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ അംഗീകരിക്കാം, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുക. ശ്രീ സേനാപതി വേണു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. എനിക്ക് പേടിയുണ്ട് ഇനി സേനാപതി വേണുവിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമെന്ന്. BJP പറഞ്ഞ അതേ നയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, വെള്ളാനകൾ, കാട്ടുകൊള്ള നടത്തുന്ന ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ താങ്ങി നിർത്തി അവർക്ക് 78,000 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരാവശ്യവും സംസ്ഥാന സർക്കാരിനില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നാകുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നാകാൻ കഴിയുന്ന മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് അതിനെ സംസ്ഥാനത്തിന്റെ സ്വത്താക്കി മാറ്റണമെന്ന് ശ്രീമാൻ സേനാപതി വേണു പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ തനിയാവർത്തനം തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും BJPയുടെ ഈ ആശയത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ BJP ഭരിച്ച സംസ്ഥാനങ്ങളൊക്കെ രക്ഷപ്പെട്ടതുപോലെ കേരളത്തിൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, എന്തായാലും അതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റിന് നയിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ കാഴ്ചപ്പാട് ആ മാറ്റത്തിന് ഇടതുപക്ഷ മുന്നണിക്ക് ശരി, എന്തായാലും ഈ നയങ്ങൾ നടപ്പാക്കുമ്പോൾ കേന്ദ്രത്തിന്റെ വഴിക്കാണോ എന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ സേനാപതി വേണു, നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ്. ശ്രീ സേനാപതി വേണു, ഇവിടെ ഇപ്പോൾ ഈ ധവളപത്രം വരുമ്പോൾ കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്ത് എന്ന് മനസ്സിലാകുമ്പോൾ ഏറ്റവും വലിയ ആശങ്ക ഉയരുന്നത്
നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടികൾ നടപ്പാക്കുമോ ഇല്ലയോ എന്നതാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് KSRTC ആണ്. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്? ധനസ്ഥിതി മനസ്സിലാക്കാതെയാണോ മറ്റു ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇതിലൊക്കെ ചെലവ് ചുരുക്കാൻ വേണ്ടിയാണോ മുൻകൂർ ജാമ്യം എന്നൊരു സംശയമുണ്ടാകും. അല്ല, KSRTCയുടെ വരുമാനം കൊണ്ട് KSRTCക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയില്ല എന്ന് ആർക്കാണ് അറിയില്ലാത്തത്? ഞങ്ങൾ KSRTCയുടെ വരുമാനം കൊണ്ടല്ല, മറിച്ച് ഇതര വരുമാന സോഴ്സുകൾ കണ്ടെത്തിക്കൊണ്ടാണ്. ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് യഥാസമയം നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 15-ാം തീയതി, ജൂൺ മാസം 15-ാം തീയതിയോടുകൂടി സ്ത്രീകൾക്ക്, വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അത് തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മറ്റ് കാര്യങ്ങളെല്ലാം അത് കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ അടുത്ത മന്ത്രിസഭ വരുന്ന ദിവസം തന്നെ എന്നു മുതൽ ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ എന്നാണ് അവരുടെ അക്കൗണ്ടിൽ ചെല്ലുന്നത്. ഈ കാര്യങ്ങളെല്ലാം വരുന്ന മന്ത്രിസഭ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ ഇതിനെല്ലാം തീരുമാനമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടിയെ കുറിച്ച് രേണുക ഒരാശങ്കയും പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിനനുസരിച്ചുള്ള വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ സർവേ നടത്തിയിരിക്കുന്നത്. ഇനി അതിനാവശ്യം, ഇപ്പം ഞങ്ങൾ രോഗിയുടെ രോഗമാണ് നിർണയിച്ചിരിക്കുന്നത്. ഇനി രോഗത്തിനുള്ള ചികിത്സയാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ രോഗം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനാവശ്യമായ ചികിത്സയാണ്. രോഗചികിത്സയിൽ സപ്ലൈകോയെയും ബെബ്കോയെയും ഒക്കെ സംയോജിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും അതൊക്കെ എന്ത് വലിയ ചർച്ചകൾക്ക് വഴിമാറുമെന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ UDF വലിയ വിജയം നേടി നിൽക്കുമ്പോൾ മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞത് 100ഓളം സീറ്റ് നേടി ഞാൻ അധികാരത്തിൽ വന്നെങ്കിലും എനിക്ക് രാജിവെച്ച് പോകേണ്ടുന്ന ഒരു സാഹചര്യം വന്നു, അത് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അന്നത്തെ സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് എന്ന വൈറ്റ് പേപ്പർ UDF സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ്. മുണ്ട് മുറുക്കി ഉടുക്കാൻ പറഞ്ഞ ആന്റണി അവസാനം രാജിവെച്ച് പോകേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ പ്രതിസന്ധി മറികടക്കാൻ ഈ സർക്കാർ എന്ത് വഴി സ്വീകരിക്കുന്നു എന്നത് അവരുടെ തന്നെ മുന്നോട്ട് പോക്കിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. കേരളം കടക്കെണിയിലോ എന്നതായിരുന്നു പ്രേക്ഷകരോട് നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 88% പേർ, അല്ല എന്ന് പറയുന്നത് 9% പേർ മാത്രം. നിഷ്പക്ഷ അഭിപ്രായം രേഖപ്പെടുത്തിയത് 3% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.